പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് തോൽവിയിലും തന്റെ രാജിവാർത്തയിലും പ്രതികരണവുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ എത്തിയിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കേൾക്കാൻ വിധിക്കപ്പെട്ടയാളാണ് താനെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. പരാജയമുണ്ടായാൽ പ്രസിഡന്റാണ് എപ്പോഴും പഴി കേൾക്കുന്നത്. പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണെന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി. എന്നാൽ സ്ഥാനമാറ്റം വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാര്യമല്ല എന്നും കേന്ദ്ര നേതൃത്വമാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം എന്തു പറഞ്ഞാലും അതനുസരിക്കും. തന്റെ പ്രവർത്തനത്തിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം ബി.ജെ.പിക്ക് പാലക്കാട് അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പാലക്കാട്ട് വോട്ട് ശതമാനം ഉയർത്താൻ കഴിഞ്ഞില്ല എന്നും ഇതിൽ ശരിയായ വിലയിരുത്തൽ നടത്തുമെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ഓരോ ബൂത്തിലും പരിശോധന നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2021 പാലക്കാട് മത്സരിച്ചത് ഇ. ശ്രീധരനാണ്. ശ്രീധരന് പൊതുസമൂഹത്തിൽ നിന്ന് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നും ആ വോട്ടുകൾ സമാഹരിക്കാൻ സി. കൃഷ്ണകുമാറിന് ഇത്തവണ കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്നും അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. കുമ്മനം രാജശേഖരനായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചുമതല. നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന പാർലമെന്ററി ബോർഡിന്റെ അംഗീകാരത്തോടെയാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. പാലക്കാടിൽ മത്സരിക്കാൻ 3 പേരുകളാണ് ചർച്ചയിൽ വന്നത് എന്നും ഇതിൽ 2 പേർ മത്സരിക്കാൻ തയ്യാറാകാതിരുന്നതോടെയാണ് സ്ഥാനാർത്ഥിത്വം കൃഷ്ണകുമാറിലേക്ക് എത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. കൃഷ്ണകുമാറിനും മത്സരിക്കാൻ വിമുഖത ഉണ്ടായിരുന്നു. എന്നാൽ മലമ്പുഴയിൽ 3000 വോട്ടുകൾ 50,000 ആക്കിയ സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ എന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ടെന്ന് വരുത്താൻ മാധ്യമങ്ങൾ ശ്രമിച്ചെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പരസ്യ പ്രസ്താവനകളെല്ലാം പരിശോധിക്കും. കോൺഗ്രസുമായി ചേർന്ന് പോകണമെന്നാണ് ചില നിരീക്ഷകരും ഓൺലൈൻ മാധ്യമങ്ങളും ആവശ്യപ്പെടുന്നത് എന്നും ഈ ആവശ്യം അംഗീകരിക്കാത്തതിന്റെ ചൊരുക്കാണ് ചിലർക്കുള്ളതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നത് SDPI ആണെന്നും നേതാവ് ആരോപിക്കുന്നുണ്ട്. LDFനും UDFനും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട്. കേരളത്തിൽ മത തീവ്രവാദം വളരുകയാണ് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന 18 നഗരസഭാ കൗൺസിലർമാരും ചേർന്നാണ് പാലക്കാട്ടെ ബി.ജെ.പിയുടെ മുന്നേറ്റം അട്ടിമറിച്ചതെന്നാണ് സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പാലക്കാടിലെ ഉപതിരഞ്ഞെടുപ്പ് തോൽവി സഹപ്രഭാരിയുടെ നേതൃത്വത്തിൽ അന്വേഷണമെന്നാണ് സുരേന്ദ്രൻ പക്ഷത്തിന്റെ ആവശ്യം. സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ A+ മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. ഇവിടെ പരാജയപ്പെട്ടു എന്നതിലുപരിയായി വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി എന്നതാണ് ബി.ജെ.പിക്ക് തിരിച്ചടിയായത്. അതേസമയം സുരേന്ദ്രൻ രാജിവെക്കില്ല എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. ഉപതിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് ബി.ജെ.പി കാഴ്ചവെച്ചത് എന്നും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാടിനൊപ്പം മറ്റ് നിരവധി സീറ്റുകളും ബി.ജെ.പി ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ആരും ബി.ജെ.പിയിൽ നിന്ന് രാജിവെക്കുകയോ ആരുടെയെങ്കിലും രാജി ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല എന്നും അസംബന്ധമാണ് ഇത്തരം വാദങ്ങൾ എന്നും ജാവദേക്കർ തുറന്നടിച്ചു.